നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് വൈജയന്തിക്ക് നോക്കണം. വൈജയന്തിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും വൈജയന്തി രാജീവിനോട് പറഞ്ഞു, രാജീവ് അതെ, കൃഷ്ണമോളും ആ കൂടെ പോയിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. രോഹി, നീ ഒരു കാര്യം ചെയ്യ, നീ ഒന്ന് പോയി നോക്ക് എന്ന് പറയണം. രാജീവൻ പറഞ്ഞു, അവൾ അവളുടെ അച്ഛൻ്റെ ഒപ്പമല്ലേ പോയത്, അതിനിപ്പം വൈജയ് നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? എന്നാലും എടാ രോഹി, നീ ഒന്ന് നോക്കി അവൾ അവിടെ എങ്ങനെ നിപ്പുണ്ടോന്ന്. അങ്ങനെ രോഹിത്ത് ഗേറ്റിന് വെളിയിലേക്ക് പോയി റോഡിലേക്കൊക്കെ നോക്കി. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. അവൾ ഇവിടെ ഇങ്ങും ഇല്ലമ്മേ, അവൾ പോയെന്ന് പറയണം. രാജീവൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ വൈജയ്, അവൾ കൂടെ ഉള്ളതുകൊണ്ട് വിവരങ്ങളൊക്കെ നമുക്ക് അപ്പം തന്നെ നമുക്ക് അറിയാണ്ട് സാധിക്കും. അവൾ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞോളും, അതോർത്ത് നീ വിഷമിക്കണ്ട. അല്ല എന്നാലും ഇനിയിപ്പോൾ അവളെ എങ്ങാനും വിളിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വരുവോ? ആ അലീനെ എങ്ങാനും പോയി വിളിച്ചോണ്ട് ബാലേന്ദ്രൻ കയറി വരുവോ? കയറി വന്നിട്ടുണ്ടെങ്കിൽ നീ എതിർക്കണം വൈജയ്. അല്ലെങ്കിലും ദേ സ്വന്തം ഭാര്യയെ എതിർത്തോണ്ട് വേലക്കാരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നാട്ടുകാരാണല്ലോ സമ്മതിക്കുക? ആരും സമ്മതിക്കത്തൊന്നുമില്ല. നാട്ടുകാരും എതിർത്തോളും, നീ പേടിക്കൊന്നും വേണ്ട. നീ എതിർത്ത് തന്നെ നിന്നാ മതി. അവളെ ഈ വീട്ടിലേക്ക് കേറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക. ഈ സമയം വൈജു പറഞ്ഞു, എന്നാലും എനിക്കൊരു പേടിയുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമയത്ത് രാജു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം രോഹി, നീ ബൈക്ക് എടുത്തോണ്ട് പോയി എങ്ങോട്ടാ അവർ പോയെന്ന് നോക്കാൻ പറയണ. ഹരിയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, രോഹിത്ത് ബൈക്ക് എടുത്തോണ്ട് ഹരിശേഖരനെ കൂട്ടിക്കൊണ്ട് അന്വേഷിച്ച് പോയി. എങ്ങോട്ടാ അവർ പോയെന്ന് അറിയത്തില്ലോ. അങ്ങനെ അതിന് വഴിക്ക് വെച്ച് കാണുവാണെങ്കിൽ തടഞ്ഞു നിർത്താവുന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയം ബാലേന്ദ്രൻ നല്ല സ്പീഡിൽ തന്നെ കാർ ഓടിക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിച്ചു, അച്ഛൻ എന്തിന് ഇത്ര സ്പീഡ് വിടുന്നത്? ഇച്ചിരി പതുക്കെ പോ, എവിടെയാലും ഇടിക്കും. അല്ലെങ്കിൽ അച്ഛന് വയ്യാത്ത അവസ്ഥയിൽ ഇത്ര സ്പീഡിൽ കാർ വിടേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നീ എങ്കിലും എന്നോട് പറഞ്ഞോ? അവിടെ അങ്ങനെ ഒരു അനീതി നടക്കുന്ന സമയത്ത് നിനക്കെങ്കിലും എന്നോട് പറയാൻ മേലായിരുന്നോ? അത് പിന്നെ അച്ഛാ ഞാനൊന്നും പറഞ്ഞില്ല, അതാ നീ ചെയ്ത തെറ്റ്. നീ പറയണമായിരുന്നു അച്ഛാ, ഇങ്ങനെ അവിടെ അലീനി ചേച്ചി അവർ പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരൊക്കെ വന്നിട്ടുണ്ട് രാജീവൊക്കെ. പക്ഷെ നീ എന്നോട് പറഞ്ഞില്ല. നീയും അപ്പം അനീതിക്ക് കൂട്ടു നിൽക്കുവല്ലേ ചെയ്തേ? അച്ഛാ അത് പിന്നെ ഞാൻ മിണ്ടണ്ട, ഒരക്ഷരം പോലും മിണ്ടണ്ട. എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നല്ലേ? കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ കാർ നിർത്തിയിട്ട് ചോദിച്ചു, നിനക്ക് ഇറങ്ങണോ? ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോളാൻ പറയണം. വേണ്ട അച്ഛാ, എനിക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അവരും കൂടെ പോയി കഴിയുമ്പോഴത്തേനും ഒരു വെയിറ്റ് ഷെഡിന് അലീനെ നിൽക്കുന്നുണ്ടോ. പെട്ടെന്ന് ബാലേന്ദ്രൻ കാർ നിർത്തി. ആ സമയത്ത് അലീനെ നോക്കി. അലീനയ്ക്ക് മനസ്സിലായി തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാന്ന്. ബാലേന്ദ്രൻ അങ്ങനെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി അലീനയുടെ അടുത്തേക്ക് വന്നു. അലീനയോട് പറഞ്ഞു, വന്ന് കാറിൽ കയറ് എന്ന് പറഞ്ഞു. വേണ്ട സാർ, ഞാൻ വരുന്നില്ല. നിന്നോടാ ഞാൻ വന്ന് കാറിൽ കയറാൻ പറഞ്ഞേ. വേണ്ട സാർ, ഞാൻ വന്നാൽ ശരിയാകത്തില്ല. കൃഷ്ണമോൾ അതൊക്കെ നോക്കി നിൽക്കുവാണ്. ഞാൻ വന്ന ആ കുടുംബത്തിൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഞാൻ കാരണം ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ഞാൻ വരുന്നില്ല. ഞാൻ പറയുന്നത് നീ ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി അലീന. നട റോഡാണ്, റോഡ് വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. നിന്റെ കയ്യെ പിടിച്ച് ബലമായിട്ട് എനിക്ക് കാറിനകത്തേക്ക് കയറ്റേണ്ടി വരും. വെറുതെ ഒരു സീൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കയറാൻ പറഞ്ഞാൽ കയറിയാൽ മതി. അതും പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് അവളുടെ ബാഗൊക്കെ എടുത്തോണ്ട് കാറിനകത്തേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞ് അലീനയോട് കയറാൻ പറയണ. ഒടുവിൽ അലീനയ്ക്ക് കയറേണ്ടതായിട്ട് വന്നു. അങ്ങനെ അലീന ബായിക്ക് കയറി. ഈ സമയത്ത് കൃഷ്ണമോള് തിരിഞ്ഞ് അലീനയെ നോക്കി. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പോവാണ്. ഇതേ സമയം വൈജയന്തി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. രാജീവ് പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവിടെ എങ്ങനെ അകത്തെങ്ങാനും പോയി ഇരിക്കും വൈജയ്. അല്ല രാജീവേ, എനിക്ക് പേടി. കൃഷ്ണമോളും പോയിട്ടുണ്ടല്ലോ. കൃഷ്ണമോള് അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വന്നോളും. അല്ല അവൾക്ക് സ്കൂളിലൊക്കെ പോകണ്ടല്ലേ? അവൾ സ്കൂളിൽ പോകണമെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ പോരെ? അല്ല, എന്നോടുള്ള ദേഷ്യത്തിൽ ബാലേന്ദ്രൻ അവളുടെ പഠിപ്പോട് മുടക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്, ഒരു സംശയമുണ്ട്. ബാലേന്ദ്രൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു, നമുക്ക് നോക്കാമെന്ന് പറയണം. അപ്പോഴേക്കും രോഹിത്തും ഹരിശങ്കറും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജു എന്തായി കാര്യങ്ങൾ? അവരെങ്ങും വഴി കണ്ടില്ലാന്നോ? അതെ, അലീനയും കണ്ടില്ല, അച്ഛനെയും കണ്ടില്ല എന്ന് പറയണം. ഇത് കേട്ട് ഞാൻ വൈജു പറഞ്ഞു, പിന്നെ ഇതിലേ പോയി? രാജീവ് പറഞ്ഞു, അവള് ചിലപ്പോൾ എറണാകുളത്തിന് ബസ് കയറി പോയി കാണും. ബാലേന്ദ്രൻ്റെ ഇലേ പോയെന്ന് അറിയത്തില്ല. അല്ല, അവളെ കണ്ടു കിട്ടിയായിരുന്നെങ്കിൽ ബാലേന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരണ്ടല്ലേ? അപ്പൊ കണ്ടു കിട്ടിയിട്ടില്ല എന്ന് തന്നെ അർത്ഥം. വൈജ പറഞ്ഞു, എന്നാലും നീ ധൈര്യമായിട്ടിരിക്കും വൈജ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കൃഷ്ണമോൾ ഇങ്ങോട്ടേക്ക് വന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയെ സമാധാനിപ്പിക്കുകയാണ് രാജീവ്. പക്ഷെ വൈജയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അതേസമയം ബാലേന്ദ്രൻ ഡ്രൈവ് ചെയ്യണം. കുറേ ദൂരം ഡ്രൈവ് ചെയ്തു. പിന്നീട് കുറേ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെയാണ് വണ്ടി പോകുന്നത്. ആ സമയം കൃഷ്ണമോൾ ചോദിച്ചു, അച്ഛാ നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവല്ലേ? അല്ല, ഇതെന്താ അച്ഛാ കാട് പോലെയൊക്കെ ഉണ്ടല്ലോ. ബാലേന്ദ്രൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കൃഷ്ണമോൾക്കോ അലീനയ്ക്കോ മനസ്സിലായില്ല എങ്ങോട്ടാ ഡ്രൈവ് ചെയ്യുന്ന പോകുന്നതെന്ന് പോലും ഉള്ളത്. ബാലേന്ദ്രൻ അതിന് തക്കതായ മറുപടിയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
ഈ സമയത്ത് കൃഷ്ണമോട് ഓർത്തു അച്ഛനിത് എങ്ങോട്ടാ. അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അക്ഷമയായിട്ട് ഇങ്ങനെ കിടക്കുക. ഇതുവരെയായിട്ട് ആഹാരം പോലും കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ബബിത മുറിയിലേക്ക് വന്നു. മുത്തശ്ശിക്കുള്ള ഊണൊക്കെയായിട്ട് ദേ മുത്തശ്ശി മീൽസ് റെഡി എന്ന് പറയണ. എടി ഇപ്പോഴാണോ കൊണ്ടെത്തരുതേ, സമയം എത്രയാന്ന് കണ്ടോ, മണി 2 കഴിഞ്ഞു. അതിന് ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. അന്താ ഒന്നും കഴിക്കാത്തെ. അലീന എന്തിയെ, അവൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു. അലീന പോയി. എവിടെ പോവാനായിട്ട്, അവള് പോയിട്ടൊന്നുമില്ല. അവള് പോയെന്ന് പറയണ. എടി അതിന് രാവിലെ കതവ് പൂട്ടിക്കിടക്കുമല്ലായിരുന്നോ, അവള് പോയില്ലല്ലോ. അതിനുശേഷം കഥമൊക്കെ തുറന്നു അവള് പോവുകയും ചെയ്തു. അതിനുശേഷം അവള് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുമായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ അവള് പോയത്? എൻ്റെ മുത്തശ്ശി ഇവിടെ എന്തൊക്കെ അംഗങ്ങൾ നടന്നതെന്ന് മുത്തശ്ശി അറിഞ്ഞോ? മനുവേട്ടൻ വന്ന് പോയതിന് ശേഷം ഹരിയേട്ടനും രാജീവ് അങ്കിളും കൂടെ വന്നു. അതിനുശേഷം അവളെ കയ്യെ പിടിച്ച് ബലമായിട്ട് പുറത്തു കൊണ്ടേ തള്ളി. പുറത്തു കൊണ്ടേ തള്ളിയെന്നോ? അവളുടെ ബാഗൊക്കെ രോഹിത് കൊണ്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൾ അതും എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. സ്ഥലം വിട്ടെന്നോ? അവൾ പോയപ്പോൾ പിന്നല്ലാതെ ഇത്ര സമയം ഞാൻ എന്താ പറഞ്ഞേ? അല്ല ബാലേന്ദ്രൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അച്ഛൻ അറിഞ്ഞു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനാ കൂടെ. അച്ഛനും ഇറങ്ങിപ്പോയെന്നോ? ഇതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണമോളും ആ വണ്ടിക്കകത്തേക്ക് പിടച്ചു കയറി. അവളും കൂടെ പോയിട്ടുണ്ട്. എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേ പറഞ്ഞതാ അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് ബാലേന്ദ്രൻ പോകുന്നു. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ബാലേന്ദ്രൻ പറയുന്ന അനുസരിച്ചാൽ പോരായിരുന്നോ? ബാലേന്ദ്രൻ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അതൊന്നും നിനക്കൊന്നും മനസ്സിലാകത്തില്ലേ? പിന്നെ വരും. ഇവിടെ രാജീവങ്ങളും ഹരിയേട്ടനും എല്ലാവരും കാത്തു വയ്ക്കുന്നുണ്ട്. വരുവാണെങ്കിൽ പിടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട്. നടന്നത് തന്നെ. എടി ബാലേന്ദ്രൻ ദേഹത്തേനും കൈവച്ചാൽ ബാലേന്ദ്രൻ വെറുതെ ഇരിക്കുമോ? അവൻ്റെ ദേഹം നന്നിട്ടുണ്ടെങ്കിലേ അവൻ പണി കൊടുക്കും. സ്വന്തം വീട്ടിൽ കയറി ഇവർ ആക്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്താണ്ടല്ലോ, എല്ലാം അകത്ത് കിടക്കും. അറിയത്തില്ലാത്തോണ്ടാ ബാലേന്ദ്രനെ. ഇനിയിപ്പോൾ എന്തൊക്കെ കാണണോ എന്തോ എന്നൊക്കെ പറഞ്ഞൊരു മുത്തശ്ശി നെടുവേർപ്പിടുവാണ്. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജീവിനും ഹരിശങ്കറും കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും കമല ആകാംക്ഷപൂർവ്വം ഇറങ്ങിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? പോയ കാര്യം നടന്നോ? പിന്നെ ഞങ്ങൾ പോയിട്ടാണ് നടത്താതെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമോ? അവളെ ഞങ്ങൾ പറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നേ എന്ന് രാജീവ് സന്തോഷത്തോടെ പറഞ്ഞു. അവളെ ഇറക്കി വിട്ടോ? ബാലേന്ദ്രൻ അറിഞ്ഞില്ലേ? അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു, എൻ്റെ അമ്മേ, അവളെ ഞങ്ങൾ ഡൈനിങ് റൂമിൽ നിന്നാണ് പിടിച്ചേ. അവിടുന്ന് പിടികൂടി അവളെ ബലമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി തള്ളി. അല്ല അവളപ്പോൾ ഒച്ച വെച്ചില്ലേ? ഒച്ച വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബബിത അവളുടെ വായ് പൊത്തി. എന്നിട്ട് അവളെ ഞങ്ങൾ പുറത്താക്കി. അവൾ പോയി എന്ന് പറയണ. ബാലേന്ദ്രൻ അറിഞ്ഞില്ലേ? അതെ, അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താന്ന് കമല ചോദിച്ചു. അത് പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രന് അവളെ അന്വേഷിച്ച് പോയി. പുറകെ കൃഷ്ണയും പോയി. അവര് പോയോ? അതിനിപ്പോൾ എന്ത് ചെയ്യും? അവളെ തിരികെ കൊണ്ടുവരത്തില്ലേ? അവളിപ്പം എറണാകുളത്ത് എന്ന് കാണും. അവളെ തിരിച്ചു കൊണ്ടുവരാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെ കുഴപ്പമില്ല. ഇനി തിരിച്ചു വരത്തില്ലല്ലോ അല്ലേ? വരത്തൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ ബാലേന്ദ്രനും കൃഷ്ണയും കൂടെ തനിച്ച് വീട്ടിലേക്ക് വന്നോളൂ. കമലയ്ക്ക് ചെറിയ ആശ്വാസമൊക്കെ തോന്നി. പിന്നീട് കമല സന്തോഷത്തോടെ അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ കാറങ്ങനെ വലിയൊരു റിസോർട്ടിന് മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തുവാണ്. ഈ സമയത്ത് കൃഷ്ണമോള് ചോദിച്ചു, അച്ഛാ ഇത് ഏതാ സ്ഥലം എന്നൊക്കെ ചോദിക്കണം. ഇറങ്ങാൻ പറയാണ്. അലീനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇവിടം വരെ ഉള്ളൂ എന്ന് പറയണം. അങ്ങനെ ഒടുവിൽ അലീനയും കൃഷ്ണമോളും ഒക്കെ ഇറങ്ങി. അങ്ങനെ അകത്തേക്ക് എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, റൂം വേണമെന്ന് പറയണം. അങ്ങനെ ആ റൂമിന് വേണ്ടുന്ന ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഒടുവിൽ അവരെ കൊണ്ട് റൂം പോയി അകത്തേക്ക് പോയിട്ട് റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അവരങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴത്തേനും കൃഷ്ണമോൾ അവിടെ ഇരുന്ന് ആ ബെഡിൽ ഇരിക്കുകയാണ്. അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും പുറത്തേക്കൊരു വലിയൊരു ഗ്ലാസ് ഡോർ ഉണ്ട്. അത് ബാലേന്ദ്രൻ ഇങ്ങനെ തുറന്നിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേനും അലീന അങ്ങോട്ട് വന്നു. അലീന വന്നിട്ട് പറഞ്ഞു, സാറെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതെ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറക്കണം, പൊറുക്കണം. അതൊക്കെ നീ ഒരു വശത്തേക്ക് ചുരുട്ടി കൂട്ടി എറിഞ്ഞു കളഞ്ഞാലേ അതൊന്നും നിന്റെ മനസ്സിൻ്റെ ഒരു കോണിപ്പോഴും വേണ്ട. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം ഇങ്ങനെയായി തീർന്നതിൽ നിനക്കും അതിനകത്തൊരു പങ്കുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എന്തും മറുപടി പറയണമെന്നറിയില്ലാതെ അലീന നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.